ജില്ലയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ 1,65,216 പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ പെൻഷൻ മുടങ്ങിയേക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹരായവരിലേക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. ജില്ലയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ 1,65,216 പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ പെൻഷൻ മുടങ്ങിയേക്കും. ജില്ലയിലെ ആകെ 5.55 ലക്ഷം വരുന്ന ഗുണഭോക്താക്കളിൽ 3.89 ലക്ഷം പേർ ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൂലൈ 17-നാണ് മസ്റ്ററിംഗ് നടപടികളൊക്കെ ആരംഭിച്ചത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി 30 രൂപ ഫീസ് ഈടാക്കിയാണ് ആധാർ അധിഷ്ഠിത ഇ മസ്റ്ററിംഗ് നടത്തുന്നത്. അക്ഷയയ്ക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. മസ്റ്ററിംഗ് സാധ്യമാകാത്തവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും മതിയാകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരായവരിലേക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷവും മറ്റുള്ളവരോ ബന്ധുക്കളോ ഈ തുക അനധികൃതമായി കൈപ്പറ്റുന്നത് പൂർണ്ണമായും തടയാൻ ഇത് സഹായിക്കും. ഡാറ്റാബേസ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യാജ മേൽവിലാസത്തിലോ ഇരട്ടിപ്പിലൂടെയോ ഒന്നിലധികം പെൻഷനുകൾ വാങ്ങുന്ന അനർഹരെ എളുപ്പത്തിൽ കണ്ടെത്താനുമാകും. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ സോഫ്റ്റ്വെയർ പരിഷ്കാരങ്ങൾ നടക്കുന്നതുകൊണ്ട് മസ്റ്ററിംഗ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ വീടുകളിൽ നേരിട്ടെത്തിയുള്ള മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കില്ല. വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് 50 രൂപ ഈടാക്കാം. ഈ നടപടികൾ ഓണത്തിന് ശേഷം തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.